ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി ഇന്നാണ് നമ്മുടെ ബേബിയുടെ 28th സെറിമണി. അപ്പോൾ നമ്മൾ നിക് നെയിം ഇത്രയും ദിവസമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനലി നമ്മൾ നിക് നെയിം കണ്ടുപിടിച്ചു. ദുഗ്ഗു എന്നാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ പേര് കണ്ടുപിടിച്ചത് ആളുടെ വല്യമ്മയാണ്, മനാനയാണ് പേര് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ത്രൂവായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ന്യൂ ബോൺ ബേബീസുള്ള പാരൻസിന് മനസ്സിലാവും നമുക്ക് എന്തായാലും നൈറ്റ് പകലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കുന്ന സിറ്റുവേഷനാണ്. അത് കാരണം തന്നെ അവന് എപ്പോഴും ഒരു 6:30 ആകുമ്പോൾ ഏർലി മോർണിംഗ് 6:30 ആകുമ്പോൾ നീറ്റിട്ട് പാൽ കുടിക്കും. അങ്ങനെ ഉറക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ 28th സെറിമണി ആയ കാരണം ആ ടൈമിലെല്ലാം ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു അവനെ കുളിപ്പിച്ചിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് കിടത്തി കഴിഞ്ഞ് പിന്നെ അവന് ആ സെറിമണിയുടെ ടൈമിലേക്ക് അവനെ നീപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തി. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പാലും അതുപോലെ തന്നെ വെറും വയറ്റിൽ മഞ്ഞൾ കുടിക്കാനോ കുറച്ച് ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഇപ്പോൾ ഒരു 7 o'clock ഞാൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ദേവു എന്തായാലും ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും ദേവു നീക്കും. പിന്നെ അവളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ചടി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സംഭവമല്ല. അത് നല്ലൊരു പേഷ്യൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തൊരു കാര്യമായാലും എന്നൊരാൾ വെയിറ്റ് ചെയ്യുന്നതോ ഞാൻ കാരണം ഡിലേ ആവുന്നത് ഇഷ്ടമല്ല. അത് ഞാൻ എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ടൈമിന് ഒരു 10 മിനിറ്റിനും 10 മിനിറ്റ് മുമ്പ് തീരുന്ന രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാറ്. സോ ഇപ്പോൾ കുറച്ച് ഉറക്കമൊക്കെ ഇല്ലാത്ത കാരണം കണ്ണിൻ്റെ അടിയിൽ അണ്ടർ ഐസും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ പിമ്പിൾ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം ഞാൻ കൺസീലർ വെച്ച് ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചെവിയിലെ ഇൻഫെക്ഷൻ കാരണം മാത്രമല്ല ബമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇപ്പോൾ എന്തായാലും പ്രസവിച്ച് കിടക്കുക കാരണം എങ്ങോട്ടും ഇറങ്ങാൻ പാകമില്ലാത്ത കാരണം ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഒരു 56 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 90 ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് റിമൂവ് ചെയ്യണം. സോ ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് റിമൂവ് ചെയ്തിട്ട് വേണം അടുത്തത് കുത്താൻ. ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ട് നോറ്റിട്ടാണ് സെക്കൻഡ് സ്റ്റേഡും അതുപോലെ തന്നെ നോസ് റിങ്ങും ഞാൻ അടിച്ചത്, നോസ് പിയേഴ്സിങ്ങും ചെയ്തത്. അതിപ്പോൾ സെക്കൻഡ് സ്റ്റേഡ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയി. അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറി ടൈമിൽ നോസ് പിന്ന് റിമൂവ് ചെയ്ത് വെക്കിയ കാരണം ആ ഹോളും അടഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം തന്നെ ഫസ്റ്റ് നിന്ന് കുത്തിയിട്ട് വേണം. അതുപോലെ ഇന്നത്തെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറിമണിക്ക് വേണ്ടി ഫോട്ടോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് നല്ല കമൻസ് ഇട്ടുണ്ടായിരുന്നു. കാരണം അടിപൊളിയായിട്ടുണ്ട് കോസ്റ്റ്യൂം, എല്ലാവർക്കും പെർഫെക്റ്റായി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആക്ച്വലി അത് പറഞ്ഞ കോയിൻസിഡൻസ് ആണ്. എനിക്ക് മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ മാച്ചിങ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹസ്ബൻഡിന് ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ആൾക്കടക്കം ഡ്രസ്സ് എടുത്ത ആൾ പ്രീവിയസ് ഡേ ആണ് അറിഞ്ഞത് തന്നെ. എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള സിറ്റുവേഷനും ഇല്ല. കാരണം കുട്ടീനെ വെച്ച് നമുക്ക് പോകുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുപോലെ ആളുടെ ഡ്രസ്സ് എടുക്കണം, കുട്ടിയുടെ ഡ്രസ്സ് എടുക്കണം. ഇത്രയും ടൈമും സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് ഷോപ്പിൽ പോയി എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഓൺലൈനിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എൻ്റെ ഭാഗ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ലപോലെ തന്നെ കിട്ടി. പിന്നെ ബേബീസിൻ്റെ കോസ്റ്റ്യൂം ഞാൻ എടുത്തത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ്. എൻ്റെയും ഹസ്ബൻഡിൻ്റെ എടുത്തത് മിന്ത്രയിൽ നിന്നുമാണ്. അപ്പോൾ കോസ്റ്റ്യൂം നമുക്ക് കാണാം. അതുപോലെ തന്നെ എൻ്റെ സാരിയുടെ പിന്നെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരും ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമും തീമും റെഡായ കാരണം ഞാൻ കുറച്ച് വാം മേക്കപ്പാണ് ചെയ്യുന്നത്. അത് കാരണം തന്നെ ഞാൻ കണ്ണൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. സാധാരണ എപ്പോഴും കണ്ണ് എഴുതി കഴിഞ്ഞാൽ ഒരു വാല് ഒരു സൈഡിലേക്കാണെങ്കിൽ മറ്റേ വാല് വേറെ സൈഡിലേക്കാവും. ഇന്ന് 2 ഐസിൻ്റെ വിങ്സും ഒരുവിധം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ലക്കെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സമയത്തൊക്കെ മുറ്റത്ത് നല്ല ഡിസ്കഷൻസാണ്. കാരണം മഴ പെയ്യില്ലേ. അപ്പോൾ വിൻഡോ കൂടെ മാമൻ നോക്കി കളിയാക്കുകയാണ് എൻ്റെ മേക്കപ്പ് കണ്ടിട്ട്. കാരണം കുറേ നേരമായിരുന്നു പുട്ടിയടിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അതിന് പിന്നിലെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ, അതായത് എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ഞങ്ങൾ രണ്ടുപേരും നല്ല ക്ലാരിറ്റി ഉള്ള കളർ ഉണ്ടായത്. അതിൽ ഞാൻ മാത്രം എങ്ങനെയോ ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ മാമൻ ഇപ്പോഴും ആ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ലീവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. സോ അങ്ങനെ നമ്മുടെ ബേസ് മേക്കപ്പ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി. എൻ്റെ ഫേവറേറ്റ് പാർട്ടായുള്ള ബ്ലഷ്, അത് കഴിഞ്ഞ് ഹൈലൈറ്റർ, ഇത്രയുള്ള നമ്മുടെ ബേസ് മേക്കപ്പ്. സോ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അത്യാവശ്യം ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ കാരണം ഓരോരോ സെക്ഷൻസ് കഴിഞ്ഞ് ഞാൻ അടുത്തടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് കഴിക്കാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് അതുപോലെ റൈസൊക്കെ കുറച്ചിട്ട് ഒന്ന് മെലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 28 ആയിട്ട് തടി വെച്ചില്ലെങ്കിലാണ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാവുക. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കുന്ന ആൾക്കാർ, അതായത് പാരൻസിനായിരിക്കും. സോ ഞാൻ എത്ര പറഞ്ഞാലും നമുക്ക് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം ഞാൻ എന്താണെന്ന് ചെയ്തെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കും, ഫീഡ് ചെയ്യുന്നതും കൂടെ ആണല്ലോ. കുട്ടിക്ക് നല്ല രീതിയിൽ ഫീഡ് ചെയ്യുമ്പോൾ നമ്മളത് അത്യാവശ്യം ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാർബോഹൈഡ്രേറ്റും റൈസ് ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഫുഡാണ് കഴിച്ചിരുന്നത്.
This one. Oh my god. Hurry up. Hurry up. Yeah. Hurry up. Wow. I saw it was so beautiful. Really? It is really beautiful. I love black. ദുബു രാവിലെ നേരത്തെ നീട്ടി കുളിച്ചു തരുമോ? ഷമി, wow, you're so pretty. You're so beautiful. പോരെ ദേവുവിൻ്റെ ക്ലിപ്സ് നമുക്കത് എടുക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെ ക്ലിപ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ റെഡി ആക്കിയിട്ട് പിന്നെ എൻ്റെ മേക്കപ്പ് റീസ്റ്റാർട്ട് ചെയ്തു. കോസ്റ്റ്യൂം റെഡായ കാരണം ഞാൻ റെഡ് ലിപ്സ്റ്റിക്കാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ സാരിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വി മലയാളം എന്നുള്ള ഒരു വ്ളോഗറുടെ ഷോർട്സ് കണ്ടിട്ട് ഞാൻ ആ ഒരു സാരി കാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ ChatGPT നമ്മുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോയും അതുപോലെ തന്നെ കറണ്ട് ഫോട്ടോയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യങ് വേർഷനോട് എന്താ പറയാനുള്ളതൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ എനിക്ക് കിട്ടിയ ഇമേജിൽ ഒരു റെഡ് സാരി എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. സോ ആ ഒരു ലുക്ക് കണ്ടിട്ട് എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റെഡ് തീമൻ എടുക്കാൻ കാരണം. അതുപോലെ ഈ സാരി കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സജഷനാണ് റെഡ് സാരിക്ക് ഗ്രീൻ ബ്ലൗസ് ഇട്ടോളാം. പക്ഷേ എനിക്ക് എന്തോ ഫുള്ള് റെഡായിട്ട് എടുക്കാൻ തോന്നി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. എൻ്റെ ഒരു 3-4 ടൈപ്പ് റെഡ് തന്നെ ഉണ്ട് വല്യമ്മ. മേമനെ ട്രോളായിരുന്നു. കാരണം കുട്ടിയുടെ 28 പറഞ്ഞിട്ട് ഞാനിരുന്ന് അണിഞ്ഞൊരുങ്ങാണ് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെയാണ്. ഞാനൊരു ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റെഡി ആവാൻ എനിക്ക് ഇഷ്ടമാണ്. അത് കാരണമാണ്. പിന്നെ റെഡ് സാരി ആയി കാരണം ഞാൻ തെച്ചിപ്പൂവും തുളസിയും കൂടെ കെട്ടിയതാണ് തലയിൽ വെച്ചിരിക്കുന്നത്. അത് ഞാൻ തന്നെ ഇരുന്ന് കെട്ടിയതാണ്. സോ ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ നല്ലപോലെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മാലി റെഡ് കുപ്പിപോലെ ഏട്ടൻ്റെ വീട്ടിലായ കാരണം ഏട്ടൻ വന്നതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ഇട്ടത്. അപ്പം നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ കാണാം. ഞാൻ പിടിച്ചോളൂ. കെട്ടാൻ പറ്റില്ല. കെട്ടാൻ പറ്റുള്ളൂ. മടിയിലല്ല, ഇവിടെ പിന്നെ അഴിച്ചിട്ട് തന്നെ പോലെ പിന്നെ അഴിച്ചോട്ടെ. കൈ കാണിക്കണ കൈ കാണിക്കട എന്താണ് അങ്ങനെ? അച്ഛൻ വാളിടുമ്പോ ഈ കൈ കാണിച്ചു കൊടുക്കൂ. ദൈവമാണെങ്കിൽ ഈസി ആയിട്ട് കാണിച്ചു അങ്ങനെ തന്നെ.
ആ വെള്ളം ഇത് ജസ്റ്റ് ഓരോന്നെടുക്കുന്നതിന് മുക്കുന്നത് ജസ്റ്റ് ഒന്ന് കല്ല് പിടിച്ചെടുക്കും. ഇനി അത്രയും മതി. ഇനി എല്ലാം ഓരോന്ന് വെള്ളത്തിൽ മുക്കി വെക്കണം. ഇതെല്ലാം കല്ലിയെ ഇവിടെ കയറി പാതി ഉറക്കത്തിലാ. കണ്ണ് തുറന്നിരിക്കേണ്ടതേ ഉള്ളൂ. കണ്ണ് തുറന്നുറങ്ങുക. നിന്റെ ഫംഗ്ഷൻ ഉറങ്ങല്ലേ പറയാം. ഉറങ്ങിയ വളയൊക്കെ ഞാൻ ഇടുന്നു പറയും. ഇടുവോ? ആണോ? ചെറുതായിട്ട് ഈ കോർണറിലേട്ടാ, നെറ്റിയുടെ കോർണറില്. ഇല്ലല്ല കോറല്ലേ ഫസ്റ്റ് വൈൻ കൊടുക്കണ്ടേ? ഇവിടെ കേട്ടോ, സൈഡിൽ സെൻട്രലാ വരുന്നേ. സൈഡില് കൈന്റെ അടിയില് ബാക്കി തല മൊത്തം തൊട്ടു. കൈ വെറുതെ തൊടത്തില്ലേ ഉള്ളും നോക്കണ്ട. വെറുതെ രണ്ട് കൈ കൊണ്ട് വേണമെങ്കിൽ തൊട്ടിട്ട് അതില് കഴിക്കൊന്നും കൊടുക്കൊന്നും വേണം, തൊട്ട് വെച്ചോട്ടാ കുണ്ടിക്കോ പ്രായപ്പെടാനൊന്നും കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കാൻ പാടും. അതല്ലേ പറഞ്ഞു. കൊടുക്കാൻ പാടും. കൊടുക്കല്ലേ എന്നൊരു നല്ല പഴുക്കാൻ കൊടുത്തുപ്പോഴത്തേനെ കുഴപ്പത്തിൽ കഴിക്കാൻ എന്റെ കുട്ടിക്കൊക്കെ അറിയില്ല. ബിഗ് ആണെങ്കിൽ കൊള്ളും, സ്മോൾ ആയ കാരണം കൊള്ളാം. വളയൊക്കെ ബിഗ് ആട്ടോ, ചെക്കനെ പറ്റില്ല കേട്ടോ, കുട്ടി എടുത്തോളൂ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. രണ്ട് ചുറ്റുകളുണ്ടാവില്ലേ? ഇനി അടുത്ത് കൺമിഷിയുടെ കിടന്നാണല്ലോ. ബനാന വേണോ? അച്ഛാ എന്നിട്ടൊക്കെ കൊടുക്കും. ബനാന തരാം. കാണിക്കുന്നുണ്ട് മുത്തച്ഛനോട്.
അടിയിട്ടുണ്ടോ? കണ്ടോ നോക്ക് കാട്ട് നോക്കി. കൈ നേരെ വെക്കണം. ചേച്ചി പറഞ്ഞ കേട്ടോളുണ്ട്. ഞാൻ കഴിച്ചായിരുന്നോ? അങ്ങനെ കൊള്ളുവോ? നേരെ പഠിക്കും. നേരെ അത് ഉരുപ്പോരും പിന്നെ വെക്കാം. അതൊക്കെ മതി. നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുറുമാണിക്കാൻ പാടുണ്ടോ? ആ കുറുമ്പ് കാണിക്കാൻ പാടില്ലല്ലോ. ബേഡ് കുട്ടിയാണോ? ഫോട്ടോ എടുക്കുന്നുണ്ടേ. എന്താ ഇതൊരു വായല് തേച്ചിട്ടില്ലേ മറക്കണ്ടോ ഉണ്ണിക്ക് ആദ്യം വായ പെടണ്ട. കണ്ണൊക്കെ എഴുതി പോയോ? എല്ലാവരും തേച്ചു കൊടുത്തു. ആർക്കത്? ചെക്കനാ? ഉണ്ണി ബേബിക്ക എല്ലാം ദേവുന്യാ. ചെക്കനെ ഓവർഷാഡ് ചെയ്തിട്ട് ബേബിക്ക് എത്രയൊക്കെ മതി. ഇനി എന്റെ ദേവുനാ. അവൻ ചെക്കനല്ലേ അല്ലേ? അവൻ ബോയ് അല്ലേ? കൈ പെടണ്ട, ഒന്നും മധുരം പറ്റില്ല. നിങ്ങളെ പോലെ വേറെ കിട്ടും. പഴുത്തിട്ടില്ലേ? മതി മതി അതോ അടുത്തതാ എന്റെ കയ്യിലില്ല. കോലയുടെ കൈ എഴുതല്ലേ? കൈ എഴുതേ അത് സൗകര്യം. പൊട്ടോടെ കോർണറിലേക്ക് സൈഡിലേക്കല്ലേ ചേച്ചി? ഷേപ്പ് കൂട്ടോ കവളത്തേക്കില്ലേ ചേച്ചിയെ? കവളത്തിനുണ്ടേ ഓർമ്മയില്ല. ഇല്ല ഇവിടുന്ന് ഫോട്ടോ കാണിച്ചിട്ടോ? ഇവിടുന്ന് ഫോട്ടോയോ? ആ ഇവിടുന്ന് ഫേസ് വന്നത് മോൻ്റെ ചെക്കൻ കേട്ടോ. ഫോട്ടോ അതിനകത്തിട്ടേ കൈ കൊണ്ട് റൂമിലുണ്ട്. അമ്മ ആ ഡ്രസ് നിർത്താവോ?
പിടിക്കാം. ശരി പോട്ടെ. ഇതൊന്നും തുറന്നിട്ടില്ലല്ലേ ജനലൊക്കെ തുറന്നിട്ടാലേ അത് കണ്ടാതൊക്കെ കണ്ടോ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന എപ്പോഴും നോക്കിട്ട് പോയി കാര്യമില്ല. പോയി. കണ്ണൻ ഓടി എന്താ ഈ പാപ്പന്നെ ഇത് പേര് വിളിക്കണ്ടേ നീ? എന്താ പേര് ശരിയിൽ വിളിച്ചു ആ, വിളിച്ചു. ദൈവം എന്താ ഇത്? അങ്ങനെ ഞാൻ വിളിച്ചു ദേവര് വിളിച്ചു നിനക്ക് കഞ്ഞിയുണ്ടേ? കഴിഞ്ഞിട്ട് കൊടുക്കണ്ടേ അതെവിടെ? ഇവിടെ ഉണ്ടായില്ലോ. എന്റെ മടിയില, എന്റെ മടിയില. എന്റെ ദേവനൊന്ന് ഇറക്കിയിട്ട് അങ്ങനെയുണ്ടോ? അല്ല എനിക്കിട്ട് കൊടുക്കാൻ ചേച്ചി ഇട്ട് കൊടുക്കണം. അവൻ പ്രശ്നക്കാരല്ല. എനിക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്. ഒരു മോനെ ഇല്ല ഫാൻ നീ കൊടുക്കാൻ നല്ലത് ഇവിടെ നീ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? അമ്മ കഴിഞ്ഞില്ലേ? അപ്പോൾ നൂലുകെട്ടൊക്കെ വിചാരിച്ചതിലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.